Hello everyone, welcome back to Eduvala 2.0 Plus 2 Accountancy second chapter Admission of a Partner Reconstitution of a Firm second chapter മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസും തിയറീസും ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൽ പറഞ്ഞ ഓരോ വീഡിയോസും അതായത് ഓരോ ടോപ്പിക്കും തിയറീസ് ആൻഡ് പ്രോബ്ലംസ് ജേർണൽസ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എങ്കിൽ ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം. ഒപ്പം നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താലും കിട്ടും. എല്ലാം 1 വീക്കിനുള്ളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചെടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. കൊമേഴ്സ് സബ്ജക്റ്റുകളായ എല്ലാം നമ്മൾ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. നല്ല ലെങ്തി ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫൈനൽ എക്സാമിന് തന്നെ 10-18 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അത് ക്രിസ്മസ് എക്സാം ആവുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. തിയറി ക്വസ്റ്റ്യൻസിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ് പ്രോബ്ലം അല്ല. അതായത് സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്, അതായത് പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവരുടെ എമൗണ്ടിൽ നിന്ന് കുറച്ച് സാക്രിഫൈസ് ദയർ ഷെയർ അല്ലേ, അതാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നും ഈ റേഷ്യോയിലാണ് അവരെ ഗുഡ് വിൽ കൊണ്ടുവരുന്നത് വീതിച്ചെടുക്കുക എന്നും അതിന്റെ റേഷ്യോയുടെ ഇക്വേഷൻ അതായത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നും എന്നെല്ലാം എഴുതണം. അത് എഴുതേണ്ട തിയറി ക്വസ്റ്റ്യൻ ആണ്, കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം അല്ല. 2 മാർക്കിന്റെ ചോദ്യമാണ്. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള 2 റൈറ്റുകൾ ഏതൊക്കെയാണ്? റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ഈ ലൈൻ മാത്രമേ നിങ്ങൾ എഴുതിയാൽ മതി. റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. നെക്സ്റ്റ്, അടുത്തതാണ് നീഡ് ഫോർ വാലുവേഷൻ ഓഫ് എ ഗുഡ് വിൽ. ഒരു ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഫാക്ടേഴ്സ് അല്ല, ആവശ്യകത എന്താണ്? എന്തിനാണ് ഓരോ പാർട്ട്ണർഷിപ്പ് ഫേമിലും ഗുഡ് വില്ലെ കണ്ടുപിടിക്കുന്നത്? ഗുഡ് വിൽ ഒരു ഇൻടാൻജിബിൾ അസറ്റ് ആണ്. അതിൽ ഗുഡ് വിൽ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവുമ്പോൾ, അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഗുഡ് വില്ലെ പല സർക്കംസ്റ്റാൻസസ്. ഇതിനെ വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഫോർ വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വില്ലിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് പ്രോഫിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, അഡ്മിഷൻ്റെ സമയത്ത്, റിട്ടയർമെൻറ്റ് സമയത്ത്. ഇത് നമുക്ക് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ വാട്ട് യു മീൻ ബൈ ഗുഡ് വിൽ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേം ആണ് അല്ലേ, അണ്ടർ ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ്. അതിന്റെ ഫാക്ടേഴ്സ് ലൊക്കേഷൻ, നേച്ചർ, മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയുണ്ട്, അതൊന്നും കൂടാതെ സപ്ലൈ എങ്ങനെയുണ്ട്, അതർ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഗുഡ് വില്ലിന്റെ ഫാക്ടേഴ്സ് ഒരു 3 എണ്ണം പഠിച്ചാൽ മതി. പിന്നെ ജേർണൽ എൻട്രീസ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. ഈ പാഠത്തിൽ നിന്നുള്ള 3 സിറ്റുവേഷനിലുള്ള ജേർണൽ എൻട്രീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമ്മൾ എന്താ പറയുക, പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ജേർണലും പഠിക്കണം. അതിന് ശേഷം ഒരു റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം ചെയ്യാനായിട്ട് 4 മാർക്കിന്. റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, അസറ്റിന്റെ വാല്യൂ കൂടിയാൽ ഇവിടെ, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ഇവിടെ, ലയബിലിറ്റി കുറഞ്ഞാൽ ഇവിടെ, ലയബിലിറ്റി കൂടിയാൽ ഇവിടെ, അങ്ങനെ കാണാം. പിന്നെ ഒരു 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിത്ത് പ്രോബ്ലം, വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. പിന്നെ ക്രിസ്മസ് പരീക്ഷയായ കാരണം നിങ്ങൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും കൂടി നോക്കുക. നമുക്ക് ചിലപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും കൂടി വരും. ദെൻ ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഗുഡ് വിൽ വിധിച്ചു കൊടുക്കുന്ന ജേർണൽ എൻട്രി എല്ലാത്തിൻ്റെയും സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഷെയർ ചെയ്യുന്ന എൻട്രിയാണ് വേണ്ടത്. പിന്നെ സാക്രിഫൈസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം 2 മാർക്കിന്. ഇത്രയാണ് ആ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടുള്ളൂ. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഓൾഡ് റേഷ്യോ തരും, ന്യൂ റേഷ്യോ തരും, സാക്രിഫൈസിങ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് 1 മാർക്കിലേക്ക് പോയി. ചിലപ്പോൾ ഓൾഡ് റേഷ്യോ മാത്രം തന്നിട്ട് ന്യൂ റേഷ്യോ തരില്ല, അപ്പം നമുക്കത് ന്യൂ റേഷ്യോയിലേക്ക് മാറി. അങ്ങനെ 2 മാർക്ക് 3 മാർക്കൊക്കെ ആയിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയും പ്രോബ്ലംസും ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 2ാം പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്. അതിൽ പകുതി ഭാഗങ്ങൾ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാഠം നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഡബിൾ പാസ് ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലെ എല്ലാ ഒരുവിധം വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠം പഠിക്കാൻ തുടങ്ങുന്നവരും പഠിച്ചു കഴിഞ്ഞവരും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇതൊക്കെ പഠിച്ചു, എനിക്കിതൊക്കെ അറിയാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. സമയം കളയാതെ എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അക്കൗണ്ടൻസി എക്സാം പഠിക്കാൻ ഒട്ടും ടൈമില്ല. അക്കൗണ്ടൻസി നമുക്ക് വരുന്നത് 13th-നാണ്. 13th അക്കൗണ്ടൻസി ആണ്. 12 നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസ് എക്സാം കഴിഞ്ഞൊരു ഹാഫ് ഡേ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന അക്കൗണ്ടൻസി പഠിക്കാൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ഇല്ലാത്ത കുട്ടികളുണ്ട്, മാത്സ് ഇല്ലാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഇപ്പം ഇരുന്ന് അക്കൗണ്ടൻസി പഠിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്